പ്രിയപ്പെട്ട കുട്ടികൾ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് നിങ്ങളിവിടുന്ന് പുറത്തേക്കിറങ്ങാണ്. എന്താണ് ഭാഷ? നിങ്ങൾ പഠിച്ചതൊരു ഭാഷയാണല്ലേ? ആണോ? ഭാഷയാണോ? എന്ത് ഭാഷയിലാണ് നിങ്ങൾ പ്രാവീണ്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചത്? അതാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഏതെല്ലാം ഭാഷകളുണ്ട്? മലയാളമുണ്ട്, അറബിയുണ്ട്, ഹിന്ദിയുണ്ട്, തമിഴുണ്ട്. കേൾക്കില്ല? ഫ്രഞ്ചുണ്ട്, ചൈനീസുണ്ട്, സ്പാനിഷുണ്ട്, പോർച്ചുഗീസുണ്ട്. ഇങ്ങനെ നിരവധിയായ ഭാഷകളുണ്ടല്ലേ? എന്തിനാണ് ഭാഷ? എന്തിനാണ് ഭാഷ? ആർക്കാ പറയാൻ പറ്റുക? എന്താണ്? ആശയവിനിമയം നടത്തുന്നതിനാണ്. ആശയവിനിമയം നടത്തുന്നതിനാണ് ഭാഷ. ഭാഷയിൽ കൂടെ മാത്രമാണോ നമ്മൾ ആശയവിനിമയം നടത്തുക? പിന്നെ പറ. എങ്ങനെ? എഴുത്ത് ഭാഷയുടെ ഒരു ലിഖിത രൂപമാണ് എഴുത്ത്. അതല്ലാതെ വേറെ എങ്ങനെയെങ്കിലും നമ്മൾ എങ്ങനെ അല്ലേ, നമ്മുടെ ആക്ഷൻസിലൂടെ അല്ലേ, വികാരപ്രകടനങ്ങളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ, എന്തിനേറെ നമ്മുടെ മൗനങ്ങളിൽ പോലും ഭാഷയുണ്ട്. നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പ ചീത്ത പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ആ ചീത്ത പറച്ചിലിനോട് നിങ്ങൾ പ്രതികരിക്കുക? എങ്ങനെ പ്രതികരിക്കുക? നിങ്ങൾ ഇംഗ്ലീഷിൽ 2 വർത്തമാനം അങ്ങോട്ട് പറഞ്ഞിട്ട് പോരുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ മലയാളത്തിൽ 4 പറയും? എന്താ ചെയ്യുക? മിണ്ടാതിരിക്കും. ആ മിണ്ടാതിരിക്കുന്നത് പോലും വലിയ ഒരു ഭാഷയാണ്. ആ മിണ്ടാതിരിക്കലോടുകൂടി നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി ചീത്ത പറഞ്ഞിട്ടുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ മനസ്സ് എന്താവും? പ്രയാസപ്പെടും. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ ചേർത്ത് പിടിക്കും, സാരം കെട്ടും. അപ്പോൾ നോക്കൂ, ഭാഷയുടെ വേറൊരു രീതിയല്ലേ ഇത്? ഇനി നമ്മൾ പറയുന്ന സംഗതി തന്നെയാണോ എല്ലാ സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക? ഞാനൊരു ചെറിയ കാര്യം പറയാം. മാഷിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യണം. ബസ്സിൽ നല്ല തിരക്കാണ്. കണ്ടക്ടർ ഇങ്ങനെ പൈസ ചോദിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇരിക്കാൻ സീറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ്. ബസ്സിങ്ങനെ ആടി ഒലയുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനങ്ങനെ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട പാട് എനിക്ക് ആകെ ഒരു മരവിപ്പുണ്ടായി. ഞാൻ ആകെ വല്ലാതാണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. കാര്യം, എൻ്റെ കയ്യിലുള്ള ടക്കടാഞ്ചി കാണാനില്ല. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ആകെ പ്രയാസത്തിലായി. എന്താ ടക്കടാഞ്ചി? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പേഴ്സിന് പകരം ടക്കടാഞ്ചി എന്ന് പറയണത്? പേഴ്സിന് പകരം ടക്കടാഞ്ചി എന്ന് പറയണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയൊരു ഭാഷ, അത് ഞാൻ മാത്രം ഉണ്ടാക്കിയ ഭാഷ. പേഴ്സിൻ്റെ ആവശ്യമില്ല, മൊബൈലാവാം. ഗൂഗിൾ പേ ചെയ്യാൻ മൊബൈൽ കാണാൻ മൊബൈലാവാം. അപ്പോൾ ഉപയോഗിച്ച ആ പദപ്രയോഗം പോലും എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഭാഷ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതാണ്.
പക്ഷേ ഇന്ന് മാനവ സമൂഹം ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ആശയ സംവേദനത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. യെസ്, ഇംഗ്ലീഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, അന്തർദേശീയ ഭാഷയാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. ഏതാണ് നമ്മുടെ മദർ ടങ്? ഏതാണ്? മലയാളമാണ്, അല്ലേ? മലയാളമാണ്. മലയാളികളുടെ ഇടയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഭാഷയാണ് മലയാളം. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. പക്ഷേ നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഈ നെടുങ്ങോട്ടൂരോ അല്ലെങ്കിൽ ഈ പാലക്കാടോ അല്ലെങ്കിൽ ഈ കേരള സംസ്ഥാനമോ അല്ല. നമ്മുടെ ലോകമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യനുമുള്ള, എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് കീഴെ അല്ലെങ്കിൽ ഈ ഒരു വലിയ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ എവിടെ പോകാനും എന്ത് ചെയ്യാനും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമുക്ക് ആരുമായി സംവാദത്തിൽ ഏർപ്പെടാനുമൊക്കെ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്. അങ്ങനെ വളരാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക നമ്മുടെ ഈ മാതൃഭാഷ മാത്രമാണോ? അല്ല. നമ്മളൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലൊന്ന് കാര്യം തീരുമാനിക്കും. എന്ത് പറയണം, അല്ലേ? എന്ത് പറയണം തീരുമാനിക്കില്ലേ? ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൂട്ടുകാരനോടും നമ്മുടെ ടീച്ചർമാരോടും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോടും ഒക്കെ സംസാരിക്കുക. ഒരു മനനം നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട് പറയുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഏത് ഭാഷയിലാണ് നമ്മുടെ മനനം നടന്നത്? അവിടെ മനസ്സിൽ ഏത് ഭാഷയിലാണ് നടന്നത്? മലയാളത്തിലാണ് നടന്നത്. നിങ്ങളോട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പണി എന്താണെന്നറിയോ? ആ ഇംഗ്ലീഷിൻ്റെ മലയാളം നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ കളിക്കും നമ്മൾ, അല്ലേ? എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മളങ്ങോട്ട് പറയും. പറയുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. അതിൽ ഈസ് തെറ്റോ, വാസ് തെറ്റോ, ഹാസ് തെറ്റോ, ഹാവ് തെറ്റോ, ഇനി ഗ്രാമറൊക്കെ ആകെ തകരാറാകുമോ, അല്ലേ? അപ്പോൾ നമ്മൾ മാർഗം എന്താ? ഇംഗ്ലീഷ് പറയാതിരിക്കുക. നിങ്ങൾ മലയാളം പറയുമ്പോൾ നിങ്ങളുടെ വ്യാകരണങ്ങൾ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് വഴക്കിടുമ്പോൾ, കൂട്ടുകാരിയുമായിട്ട് വഴക്കിടുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സന്ദർഭങ്ങളിൽ സംസാരിക്കുമ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ വ്യാകരണത്തെപ്പറ്റി, ഗ്രാമറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പേടിയുമില്ലാതെ ഇംഗ്ലീഷിൽ നമ്മൾ മനനം ചെയ്യുകയും ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും ഇംഗ്ലീഷിൽ നന്നായിട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം. എങ്ങനെ? നിങ്ങൾ പരസ്പരം, നിങ്ങളുടെ കൂട്ടുകാരികൾ തമ്മിൽ പറ്റാവുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ തെറ്റിക്കോട്ടെ. ഒരാൾ വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയല്ല ഒന്നും പറയാൻ പോണ്ട. ഒരാൾക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിലെ തെറ്റുകളൊന്നും നോക്കേണ്ടതില്ല. ആ കമ്മ്യൂണിക്കേഷൻ അതുപോലെ സ്വീകരിക്കുകയും അവർക്കതിന് മറുപടിയും പറയാൻ വേണ്ടി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഭാഷ ഒക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളിലുണ്ടാകേണ്ട ആത്മവിശ്വാസം. ഞാൻ പറയും, ഇപ്പോൾ കുറേ പഠിക്കുന്നതെന്നല്ല ഇന്നത്തെ കാലത്തെ വളരെ കേമത്തരട്ടോ, ഞാൻ അത് മനസ്സിലായിക്കൊള്ളൂ. അക്കാദമിക ഡിഗ്രികളുടെ എണ്ണമൊന്നല്ല, നിങ്ങൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ആളുമായിട്ട് സംവദിക്കാൻ വേണ്ടി കഴിയുന്നു. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റാണെങ്കിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു. അത് ഏത് ലാംഗ്വേജിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണോ നിങ്ങൾ പറയുന്നത്. ഇങ്ങനെ തുടങ്ങി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ കാലത്തെ മിടുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയുന്നത്. ഞാൻ പലപ്പോഴും കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ നാണമാണ്. പറയില്ല മക്കൾ, വലിയ നാണം പ്രകടിപ്പിക്കും. എന്നിട്ടുണ്ടെങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ഒരു പൊട്ടും പൊടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പറയും. ഒന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. അങ്ങനെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നല്ല കുട്ടികളായി, നല്ല പൗരന്മാരായി നിങ്ങൾക്ക് വളരാൻ വേണ്ടി കഴിയൂ. അത് കഴിയാൻ
തക്ക രീതിയിലുള്ള ഒരു ക്ലാസ്സായിരിക്കും കഴിഞ്ഞ 2 മാസക്കാലം ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ചെറിയ ടാസ്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ്. ഇതിൽ പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. നിങ്ങൾക്കൊന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ടി കഴിയും. ഹു ആം ഐ? ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുന്ന രീതിയിൽ ആരെങ്കിലും ഒന്നോ 2 പേര് ഒന്ന് പ്രതികരിക്കും. തെറ്റിക്കോട്ടെ. ഇവിടെ അങ്ങനെ ഒരു പരിശോധനയേ അല്ല. ആർക്കാ പറയുക? ജസ്റ്റ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, യെസ്. My name is Hannan. I am from West Gaipura. I am 10 years old. My school name is Green Valley Public School at Kozhikode. I studying 5th standard. My mother name is Mrs. Shamla. She is a homemaker. My father name is Mr. He is an engineer. Thank you. വെരി ഗുഡ്, സൂപ്പർ. പിന്നെ ഇനി ആരാ പറയുന്നത്? ഇതേ പാറ്റേൺ വേണമെന്നൊന്നുമില്ല. ഇതേ പാറ്റേണിൽ മൈ നെയിം ഈസ്, മൈ ഫാദേഴ്സ് നെയിം ഈസ്, മൈ മദേഴ്സ് നെയിം ഈസ്. നോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ പറയാം. ആരാ പറയാ? ഒരാൾ പറയും, ആരെങ്കിലും ആൾ പറയും. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. I have an elder sister and younger brother. My sister name is Shemila Jabin. Her studying CMA with BCom. My brother name is Mohammad Izan. He is studying UKG. Thank you. വെരി ഗുഡ്, സൂപ്പർ. ഞാൻ നിങ്ങൾ പറയുന്നതിനിടയിൽ തിരിച്ച് ചോദ്യം ചോദിക്കാത്ത എന്താ അറിയും? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി എന്താണ് ഇങ്ങനെ ഇതുപോലെ ഏകപക്ഷീയമായിട്ടില്ല. തിരിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടാവും. ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലോ നഷ്ടപ്പെടരുത്. അപ്പോൾ അതിൽ പതറിപ്പോകരുത്. നിങ്ങൾ തുടക്കക്കാരാണ്. ഇനി ഇങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയ വിവരങ്ങൾ അന്വേഷിക്കുകയും അതിന് മറുപടി പറയുകയും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു കാര്യം പറഞ്ഞാൽ അതിന് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. മൈ ഫാദേഴ്സ് നെയിം ഇസ്, മൈ മദേഴ്സ് നെയിം, വെർ ഈസ് യുവർ ഫാദേഴ്സ് ഹൗസ്, ദെൻ ഹു ഈസ് യുവർ ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചും അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നമ്മളറിയാതെ അതങ്ങനെ വികസിക്കുക. അങ്ങനെ വികസിക്കണം. എനിക്കറിയാം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തേണ്ടത് നല്ല കുട്ടികളായി ഇനി നേരെ സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഇതുപോലെ നിങ്ങൾ ഈ സ്വായത്തമാക്കിയിട്ടുള്ള ഈ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി നിങ്ങളുടെ കൂട്ടുകെട്ടിനെ കാണണം. പറയുമ്പോൾ ചിലർ കളിയാക്കും, ഓ ഇതൊരു ഇംഗ്ലീഷുകാരത്തി, ഇതൊരു ഇംഗ്ലീഷുകാരൻ, എന്ത് കേട്ടാലും നിങ്ങൾ പറഞ്ഞോളൂ. അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുക. ആരെങ്കിലും ഒരാൾ സ്കൂളിലേക്ക് വിസിറ്റിന് വരുമ്പോൾ അവരോട് സംസാരിക്കുക. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് ഭാഷ പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയുക. മാത്രമല്ല പറയുന്ന ഭാഷ വളരെ ശ്രേഷ്ഠമാണെങ്കിൽ നമ്മളെ ശരിയായ വണ്ണം മറ്റുള്ള ആളുകൾ മനസ്സിലാക്കും. നല്ല ഭാഷ പ്രയോഗിക്കുന്നവരാരാണ്? നല്ല ഭാഷ പ്രയോഗിക്കുന്നവർക്ക് എന്നും മലയാളം പലതരത്തിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പലതരത്തിലുണ്ട്. കൂട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നത്, അതുപോലെ തന്നെ രക്ഷിതാക്കളോട് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, അടുത്ത കാലത്ത് കണ്ടുള്ള പ്രവണതയാണ് നമ്മുടെ രക്ഷിതാക്കളെയൊക്കെ തന്നെ കൂട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രവണത കുട്ടികൾക്കിടയിലുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ? ഉമ്മ ഇങ്ങോട്ട് വന്ന അപ്പ അങ്ങനെ പറയാറില്ല, ഉമ്മയാണ് കാര്യമായിട്ട്. അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് പോയിരുന്ന് ഇങ്ങോട്ട് വായോ. അങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ ആരോടെങ്ങനെ,
എത്രത്തോളം മര്യാദ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും? കൂട്ടുകാർക്ക് കൊടുക്കുന്ന മര്യാദയല്ല പ്രായത്തിൽ മുതിർന്ന ആളുകൾക്ക് നൽകുന്ന മര്യാദ, രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന മര്യാദയല്ല നമ്മൾ വഴിയിൽ കാണുന്ന ഒരാൾക്ക് നൽകുന്ന മര്യാദ. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും കണ്ട് ആ രീതിയിൽ നല്ല മര്യാദ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളായാൽ യാതൊരു സംശയമില്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലോ അണിയുന്ന ഈ അലങ്കാരങ്ങളിലോ അല്ല, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സരസ്വതി എന്നാണ് അതിന് പറയുക. അത് എത്രത്തോളം ശ്രേഷ്ഠമാണോ അത്രത്തോളം നമ്മളൊക്കെ തന്നെ നല്ല മനുഷ്യരായിട്ട് തീരും. അങ്ങനെ നല്ല ഭാഷ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ പരമാവധി ഉണ്ടല്ലോ, നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ആകളുടെ പ്രശ്നം അതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്താ വെച്ചാൽ ഞങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണ്. ഇതിൻ്റെ ഏത് ബട്ടൺ അമർത്തിയാൽ അപകടമാകുക വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ കാലം ഇത് തൊടാതിരുന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ജനിച്ച് കണ്ണ് തുറന്ന് കാണുന്ന സാധനം എന്താ? കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഉമ്മ ചോറ് വാരിത്തരുമ്പോൾ അത് കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിരുന്നത് ഇതിലത്തെ കാർട്ടൂണുകളാവും. ഇപ്പോഴും അങ്ങനെ തന്നെയാവും. എന്തായിരുന്നാലും ഇതിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ ഫിക്ഷൻസ് വരുന്നുണ്ട്, ചെറിയ നല്ല ഗുണപാഠ കഥകൾ വരുന്നുണ്ട്, നല്ല നല്ല ആനിമേഷൻ സ്റ്റോറീസ് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇംഗ്ലീഷിലുള്ളതും അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലുള്ളതൊക്കെ നിങ്ങൾ പരമാവധി കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിലെ ഡയലോഗുകൾ എന്താണ്, അതിലെ സംഭാഷണങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ പരമാവധി നമ്മുടെയൊക്കെ തന്നെ ഈ ലാംഗ്വേജ് എബിലിറ്റിയെ ബ്രഷപ്പ് ചെയ്ത് ഏറ്റവും നല്ല സൂപ്പർ ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായി എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.